നമ്മുടെ സഹോദരങ്ങളെ ദഅവത്തിൽ നസീഹത്തുണ്ടാകണം. ഞാൻ എന്നോടടക്കം പറയുന്ന കാര്യമാണ്. ഞാനും വലിയ നസീഹത്തുള്ള അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ എല്ലാവരും കേമൊരു ചരിത്രം വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്ന കാര്യം നമ്മൾ എത്രയോ മുന്നിലേക്ക് പോകാനുണ്ട് എന്നതാണ്. നമ്മുടെയൊക്കെ മനസ്സ് പലപ്പോഴും വളരെ ഇടുങ്ങിയ മനസ്സിലാണ് വളർത്തപ്പെട്ടിരിക്കുന്നത്. എൻ്റെ മസ്ജിദിലുള്ള ആൾക്കാർ, എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആൾക്കാർ, എൻ്റെ സംഘടനയിൽപ്പെട്ട ആളുകൾ, എൻ്റെ സംഘത്തിൽപ്പെട്ട, എൻ്റെ കക്ഷിയിൽപ്പെട്ട ആളുകൾ, ഈ ചിന്തക്കപ്പുറം കിടക്കാൻ നമ്മൾ പലർക്കും പറയുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല. അതിന് ഇഖ്ലാസ് പരിപൂർണമാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ പറയും, കണ്ടില്ലേ അയാൾ ബാക്കിയുള്ളവരൊക്കെ കുറ്റം പറഞ്ഞാൽ അയാൾ വലിയ നല്ല ആളാണ്. ഞാൻ ഒരിക്കലും ഞാൻ നല്ല ആളാന്ന് പറയല്ല, ഞാനടക്കം തിരുത്തേണ്ട കാര്യമാണ്. നമ്മളൊക്കെ വളർത്തപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. മുസ്ലിമായ ഏതൊരു മനുഷ്യൻ കയറി വരുമ്പോഴും അയാളുടെ നസീഹത്തോടു കൂടി സംസാരിക്കാവുന്ന ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. എന്നാലേ ജനങ്ങൾ നന്നാവുള്ളൂ. നമ്മളെ കണ്ടാൽ ഒരു മനുഷ്യൻ ഒരിക്കലും അയാൾ എന്നെ വഞ്ചിക്കുമെന്ന് പറയരുത്. മൗലവിയെക്കുറിച്ച് ശത്രുക്കൾക്ക് വരെ വിശ്വാസമുണ്ടായിരുന്നു. മൗലവി ഒരിക്കലും വഞ്ചിക്കൂല. നമ്മളെക്കുറിച്ച് ആ വിശ്വാസം നമ്മുടെ എതിരാളികൾക്കുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ എതിരഭിപ്രായം പറയുന്ന ആളുകൾക്ക് അവൻ എന്തു വന്നാലും എന്നെ പറ്റി ചതിക്കില്ല, വഞ്ചന കാണിക്കില്ല, അതിക്രമം ചെയ്യില്ല എന്ന് നമ്മളെക്കുറിച്ച് ആളുകൾക്ക് വിശ്വാസമുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ തൗഹീദിന്റെ ആളുകളല്ലേ, നമ്മളിത് പാലിക്കാൻ ബാധ്യസ്ഥരല്ലേ. ഇത് ഞാൻ എന്നോടടക്കം പറയുന്ന കാര്യമാണ്. ഞാൻ എന്നെ ഒഴിവാക്കിയെടുത്ത് ബാക്കിയെല്ലാവരും മോശമല്ല ഞാൻ പറയും. ഞാനടക്കാണ് എനിക്ക് പറയുന്നത്. എല്ലാവരും ശരിയാക്കേണ്ടത് നമ്മൾ പതുക്കെ പതുക്കെ ശരിയാക്കി കൊണ്ടുവരണേ. നമ്മുടെ സംസാരം മാറ്റണം, നമ്മുടെ ശൈലി നമ്മൾ ശരിയാക്കണം. തൗഹീദ് നന്നായി പറയണം, പക്ഷെ ആ പറയുന്നത് നല്ല വാക്കോട് കൂടിയായിരിക്കണം. ഫിർഔനോട് എങ്ങനെ പറയാനാണ് അള്ളാഹു പറഞ്ഞത്? ഖൂലാ ലഹു ഖൗലൻ ലയ്യിൻ ലഅല്ലഹു യതദക്കറു യഖ്ശ. ഫിർഔനിനോട് പോയി സംസാരിക്കുമ്പോൾ സൗമ്യമായ വാക്ക് പറയൂ. മൗലവി തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ ലഘുലേഖ എഴുതിയ ആൾക്കാരോട് മൗലവി പറഞ്ഞു എന്നാണ്. ഫിർഔനിനോട് വരെ സൗമ്യമായ വാക്ക് പറയാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. സംസാരിക്കുമ്പോൾ സൗമ്യത വേണം. അപ്പോൾ സഹോദരങ്ങളെ, മൗലവി എന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ എതിരാളികൾ എഴുതിയ കുറിപ്പ് കാണിച്ചു തന്നെ മൗലവി ഇത്രയും മോശത്തരം എഴുതിയപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ചെഴുതിയാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പകരത്തിനു പകരമാകുന്നത് അനുവദനീയമാണ്, പക്ഷേ പുറത്തു കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പുറത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചില സമയത്ത് പുറത്തു കൊടുത്താൽ ഉപദ്രവം ഉണ്ടാവും. പക്ഷെ പുറത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ പുറത്തു കൊടുക്കുക.